ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ IVF പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. IVF ട്രാൻസ്ഫർ കഴിഞ്ഞ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുമോ, എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, മറ്റ് ഹൗസ് ഹോൾഡ് വർക്ക്സൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കാണും. അങ്ങനെ അനേകം ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബോണസ് ടിപ്പ് കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, ഞാൻ ജെനി എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫീൽഡിലാണ്. നമ്മുടെ ചാനലിൽ സാധാരണയായി പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ്, ബേബി കെയർ റിലേറ്റഡ് വീഡിയോസ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ്, ടിപ്സ് ഫോർ യുവർ ലൈഫ് ഒക്കെയാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ ആണ് നിങ്ങൾ എങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ട് അപ്പുറത്തുള്ള ആ കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ഓർക്കുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വേഗം സമയം കളയാതെ പോകാം. IVF ട്രാൻസ്ഫർ കഴിഞ്ഞ് മെയിൻലി നിങ്ങൾ ഒരു 5 കാര്യം ചെയ്യണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പാമ്പർ യുവർ സെൽഫ്. നന്നായി റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് അത്യാവശ്യമല്ല, എന്നാലും നമ്മുടെ ശരീരത്തിനെ അമിതമായി ടയേർഡാക്കാതെ റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അത് ചെയ്യുക. സ്ട്രെസ് ഫ്രീ ആയി ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും കിടക്കണമെന്നില്ല, പക്ഷേ കുറച്ച് റെസ്റ്റ് എന്തായാലും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, കീപ് ടേക്കിംഗ് യുവർ മെഡിക്കേഷൻസ് ഓൺ ടൈം. IVF ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്ന മരുന്നുകൾ കുഞ്ഞിനെ യൂട്രസിനുള്ളിൽ പറ്റിപ്പിടിപ്പിച്ച് മുന്നോട്ട് വളർത്താനുള്ളതാണ്. അതിൽ കുറച്ച് പ്രൊജസ്ട്രോൺസ് ഉണ്ട്, കുറച്ച് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, കുറച്ച് ടാബ്ലറ്റ്സ് രൂപത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടും ഉള്ളതുണ്ട്. അപ്പോൾ അതെല്ലാം സമയത്ത് തന്നെ എടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സമയത്ത് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായി ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചിലവർക്ക് പ്രഗ്നൻസിയിൽ ബ്ലോട്ടിംഗ്, സ്പോട്ടിംഗ്, ക്രാംസ്, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ ചിലവർക്ക് ഈ സിംറ്റംസ് ഒന്നും ഉണ്ടായെന്ന് വരില്ല, എന്നാലും പ്രഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സിംറ്റംസ് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കാതിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി ഫോളിക് ആസിഡിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും സപ്ലിമെൻറ്റ്സ് കഴിക്കുക. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ചുറ്റിനുമുള്ള പൊല്യൂഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അത് മാത്രമല്ല, ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ ഈ ആൻറ്റി ഓക്സിഡൻസ് സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ ഫോളിക് ആസിഡും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ മറക്കരുത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈറ്റ് എ ഹെൽത്തി ഡയറ്റ്. ഡയറ്റ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, അയൺ ഇത് മൂന്നും ധാരാളമായി അടങ്ങിയ ഫുഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഓയിലി ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ്. ഒരുപാട് റിസർച്ചസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസിനെ ബേസ് ചെയ്ത്. എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൽ, ടിൻസിൽ, പ്രോസസ്ഡ് ഫുഡ്സിൽ ഒക്കെ ഉള്ളതാണ്. ഈ എല്ലാ കെമിക്കൽസും കൂടി നിങ്ങളുടെ ഹോർമോണൽ പ്രൊഫൈലിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ IVF ചെയ്യുന്ന ഈ സമയങ്ങളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുക. കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിർത്തുക. പൊല്യൂഷൻ അതുപോലെ കെമിക്കൽസ് അടങ്ങിയ ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇനിയും നമുക്ക് നോക്കാം ഈ സമയത്ത് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന്. ഒരുപാട് പേരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് IVF ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ഡെയിലി പ്രഗ്നൻസി ടെസ്റ്റ്. എന്നും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതിരിക്കുക. എന്നും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രഗ്നൻ്റ് ആകില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. 14-15 ദിവസം കഴിഞ്ഞ് ബീറ്റ HCG കൂടുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. നേരത്തെ ടെസ്റ്റ് ചെയ്താൽ നേരത്തെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് വോമിറ്റിംഗ്, ഡയറിയ, വയറുവേദന, വയറ് ഒരുപാട് ഭാരം, കനം ഒക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഒന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ബോണസ് ടിപ്പ് ദാ പിടിച്ചോ. സ്ട്രെസ് തീർത്തും ഉപേക്ഷിക്കുക. സ്ട്രെസ് കോർട്ടിസോൾ കൂട്ടും. കോർട്ടിസോൾ എന്ന് പറയുന്നത് യൂട്രസിന് കോൺട്രാക്ഷൻ ഉണ്ടാക്കും. ഒരുപാട് റിസർച്ചിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് എപ്പോഴൊക്കെയാണോ കൂടുന്നത് അപ്പോഴൊക്കെ പ്രഗ്നൻസിക്ക് ചാൻസ് കുറവാകുകയാണ് ചെയ്യാറുള്ളത്. സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു ടിപ്പ് കൂടി പറയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ വരാൻ പോകുന്ന ആ കുഞ്ഞിനെ ഓർക്കുക. ടെൻഷൻ, സ്ട്രെസ് ഒക്കെ മാറിക്കിട്ടും. നല്ല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. പോസിറ്റീവ് തോട്ട് ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും. എന്താണെന്നല്ലേ? ഈച്ച് വൺ ഓഫ് യു ഈസ് ഗോയിങ് ടു ഹാവ് മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് ഓഫ് യുവർ ലൈഫ്, യുവർ ബേബി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പേഴ്സണലി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ മെയിലിലൂടെയോ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ഇത് രണ്ടും ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.